ഹലോ ഗായ്സ്, ഞാനൊരു കഫേ തുടങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആയിരിക്കും ഈ ഒരു ക്രീമി ചിക്കൻ പഫ്സ്. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, എന്ത് ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത് ഞാൻ മാത്രം കഴിച്ചാൽ പോരാ, നിങ്ങളും കഴിക്കണം. അപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കാനുള്ള റെസിപ്പി നമുക്ക് കാണാം. നമുക്ക് ആദ്യം വേണ്ടത് ചിക്കനാണ്. ഒരു 1/4 കിലോ ചിക്കൻ ചെറിയ പീസായിട്ട്, അതായത് ബോൺലെസ് ആയിട്ടുള്ള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പൗഡർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ പൗഡർ ഇല്ലെങ്കിൽ ഇതെല്ലാം വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് പാപ്രിക്ക പൗഡർ വേണം. അപ്പോൾ അതൊരു ടീസ്പൂൺ അളവിൽ എടുക്കുക കേട്ടോ. പാപ്രിക്ക പൗഡർ ആയാലും ഗാർലിക് പൗഡർ ആയാലും ജിഞ്ചർ പൗഡർ ആയാലും എന്തായാലും നമ്മൾ ഇങ്ങനത്തെയൊക്കെ ചീസി ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നമുക്ക് ഹെൽപ്ഫുൾ ആവുക. അപ്പോൾ ഒരു ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം പൗഡർ ഉണ്ടായാൽ മാത്രമേ ഉണ്ടാക്കൂ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി ചതുക്കുക, ഒരു 3-4 അല്ലി. പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കിയിട്ട് നമുക്കിത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കേണ്ട, നേരെ പാനിലോട്ട് കയറ്റിക്കോ. അപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നല്ലൊരു ക്വാളിറ്റിയും പ്രീമിയം ആയിട്ടുള്ള ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമ്മളൊരു കഫേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെനുവിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള ചിക്കന് ഈ ഒരു ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചിക്കൻ ചെറിയ പീസായി കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയിട്ടും വെന്തും കിട്ടും കേട്ടോ. അല്ലാണ്ട് കുറേ ടൈമൊന്നും എടുക്കില്ല. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഈ സെയിം പാനിൽ തന്നെ വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അൺസോൾട്ടഡ് ആണ്. ഇനി ഈ ഒരു ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടായ സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൈദ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇടാൻ പാടില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഈ ഒരു മൈദ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു ബട്ടറിലേക്ക്. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാലൊഴിക്കാം. 1/2 കപ്പ് പാലൊഴിക്കാം കേട്ടോ. 1/2 കപ്പ് പാലൊഴിച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കുക കേട്ടോ. ആ ഒരു മൈദൻ്റെ കോട്ടിങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് ചീസ് വേണം. നല്ല മൊസറല്ല ചീസോ ചെഡാർ ചീസോ എടുക്കുക കേട്ടോ. അപ്പോൾ 1/4 കപ്പ് ചീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ മിക്സ് ആക്കണം, മീഡിയം ഹൈ ഫ്ലെയിം ഒന്നും ആക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതുവരെ ഈ ഒരു ക്രീമിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. കുറച്ച് ഉപ്പിട്ടാൽ മതിയാവും, കാരണം നമ്മൾ ചിക്കൻ പൊരിക്കുന്നതിന് ഉപ്പിട്ടിനല്ലോ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ ഒരുപാട് ഉപ്പായി പോകും. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ഈ ഒരു ചിക്കൻ ഇല്ല നമ്മൾ വെറുതെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഈ ഒരു ക്രീമിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ചീസായതുകൊണ്ട് തന്നെ നന്നായിട്ട് വെലിയുന്നുണ്ട്. ഞാനിപ്പം മൊസറല്ല ചീസും ചെഡാർ ചീസും മിക്സ് ആക്കിയിട്ടാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ആൻഡ് എന്താ പറയുക ചീസി ആയിട്ടുള്ള ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? പഫ്സ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ സ്വീറ്റ്സിൻ്റെ പഫ് പേസ്ട്രിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 240-250 അറിയില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, നമുക്ക് പഫ് പേസ്ട്രി ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റെഡിമെയ്ഡ് ഷീറ്റ്
വാങ്ങിച്ചതാട്ടോ. അപ്പോൾ ഇതാ ഇത് വീഡിയോ കാണുന്ന പോലെ തന്നെ മസാല ഒരു സ്പൂൺ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ രണ്ട് സൈഡൊന്നും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ ഒരു പഫ്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പഫ്സ് ഉണ്ടല്ലോ, ആ ഒരു പഫ്സ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൂട്ടി മുട്ടിക്കുന്ന ആ ഒരു രീതിയിലുള്ള പഫ്സാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് എഗ് വാഷ് ചെയ്യാം. ഒരു മുട്ട നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് മിക്സ് ആയി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു പഫ് പേസ്ട്രീൻ്റെ മേലയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക. അതെന്തിനാണ് ബ്രഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും ഇത് ബേക്കായി കിട്ടുമ്പോൾ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറും കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം ഓപ്ഷണലാണ്, വേണമെങ്കിൽ കുറച്ച് എള്ളും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോ നുള്ള് ഓരോ പഫ്സിൻ്റെ മേലേലും ഓരോ നുള്ള് ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിലും മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 170 തന്നെ നമുക്കൊരു 15 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പഫ്സ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അതും നമ്മൾ എന്താ പറയുക, എപ്പോഴും കഴിക്കുന്ന പഫ്സിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടും നല്ല ടേസ്റ്റോട് കൂടിയിട്ടുമാണ് ഈ ഒരു പഫ്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ പാർട്ടിയിലൊക്കെ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരും. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.